സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം രൂപം കൊണ്ടിട്ടുള്ള ഗർത്തം വാഹനയാത്രികർക്ക് തലവേദനയാകുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഗർത്തം രൂപം കൊണ്ടിട്ടുള്ളത്. അപകടമുണ്ടാകും മുമ്പേ ഗർത്തം നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം. അടിസ്ഥാന സൗകര്യങ്ങൾ ഏതുമില്ലാതെ പേരിൽ മാത്രമാണ് മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചു വരുന്നത്. വിവിധങ്ങളായ പരാധീനതകൾക്കൊപ്പമാണിപ്പോൾ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം ഇപ്പോൾ ഒരു ഗർത്തം കൂടി രൂപം കൊണ്ടിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് അപകടസാധ്യത ഉയർത്തുന്ന ഗർത്തമുള്ളത്. വാഹനങ്ങൾ അകപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അപകടമുണ്ടാകും മുമ്പേ ഗർത്തം ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് സമീപവാസികളുടെയും വാഹനയാത്രികരുടെയും ആവശ്യം. ഇത് നമ്മുടെ മൂന്നാർ പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡാണ്. ഇതിവിടെ ബസ് സ്റ്റാൻഡ് വന്നിട്ട് ഇവിടെ വലിയൊരു കുഴി വന്നിരിക്കുകയാണ്. എന്നും ഈ കുഴിയിൽ ഒരു വണ്ടിയെങ്കിലും ശരിയാതെ ഇരിക്കത്തില്ല. അത് പിന്നെ പിടിച്ചു കയറ്റാൻ ഒരു 10 പേര് വരണം. ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുക. ഈ മൂന്നാറിൽ ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ ഇരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുന്നു. ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ ടയറുകൾ ഗർത്തത്തിൽപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ചെറുവാഹനങ്ങൾ ഗർത്തത്തിൽപ്പെട്ടാൽ മറിയാനുള്ള സാധ്യതയും അപകട സാഹചര്യം വർദ്ധിപ്പിക്കുന്നു. ദിവസവും നിരവധിയായ ബസ്സുകളും മറ്റിതര ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന ഭാഗത്താണ് ഗർത്തം രൂപം കൊണ്ടിട്ടുള്ളത്. ഈ അപകട സാധ്യത ഒഴിവാക്കാൻ ഏറ്റവും അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ.